തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമത്തിലാണ് ദൌത്യസംഘം. മയക്കുവെടി വെക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. ആന ഇപ്പോഴുള്ള തുരുത്തിൽ നിന്ന് പ്ലാന്റേഷനിലേക്ക് നീങ്ങിയാൽ വെടിവെക്കും. ആനയ്ക്ക് തൊട്ടരികിൽ ദൌത്യസംഘം കാത്തു നിൽക്കുകയാണ്. ചാലക്കുടി പുഴയ്ക്കും പ്ലാന്റേഷനും ഇടയിലുള്ള തുരുത്തിലാണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ആന തുരുത്തിൽ തന്നെ തുടരുന്നത് ദൌത്യത്തിന് പ്രതിസന്ധിയുമാണ്. നമുക്ക് മയക്കിയിട്ട് നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ നോക്കി നമ്മൾ സെഡേറ്റ് ചെയ്യാം. മയക്കിയിട്ട് നമ്മൾ എന്താ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ട്രാങ്കുലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ളൊരു ലൊക്കേഷൻ വേണം. നമുക്ക് അല്ലാണ്ട് നമുക്ക് പറ്റില്ല, വെള്ളത്തിനടുത്തോ അങ്ങനെയൊന്നും പറ്റില്ല, നമുക്ക് ഡെത്ത് ആവും. അപ്പോൾ അതിനെ കൃത്യമായിട്ട് നോക്കി ആ വൂണ്ട് നമ്മൾ ഒന്ന് കിട്ടിയ ഫോട്ടോഗ്രാഫ്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ശരിക്കും നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു വൂണ്ടാണ്. പരിക്കിൻ്റെ തന്നെ ഹിറ്റ് വൂണ്ടായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇറ്റ്സ് നോട്ട് പെനിട്രേറ്റിംഗ് വൂണ്ടല്ല. ആതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകാനുള്ള തീരുമാനത്തിലേക്ക് ദൌത്യസംഘം ആനയ്ക്ക് അടുത്ത് ഉണ്ട്. ചാലക്കുടി പുഴയിലാണ് ആന. 20 അംഗ ദൌത്യ സംഘമാണ് ഉള്ളത്. അവിടെ വെറ്റിലപ്പാറ 14-ലാണ് ആന ഉള്ളത്. അവശ നിലയിലാണ് ആന എന്നുള്ളതാണ് ദൌത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. ഗുരുതരാവസ്ഥയല്ല, പക്ഷെ നില മോശമാണ് ആനയുടേത്. ഡോക്ടർ അരുൺ സക്രിയാണ് നേരത്തെ സംസാരിച്ചത്. ഈ ആരോഗ്യം സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണുള്ളത് എന്നുകൂടിയാണ് പ്രതികരിച്ചത്. ഭക്ഷണം പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആന. മുറിവേറ്റിരിക്കുന്നത് മസ്തകത്തിലാണ്. അത് മസ്തകത്തിന് മുൻഭാഗം എയർ സെല്ലുകളായതിനാൽ ഈ സെല്ലുകൾക്ക് അണുബാധ ബാധിച്ചിരിക്കുന്നത് ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. മസ്തകത്തിനുള്ളിൽ നിന്നും പഴുപ്പൊക്കെ ഒലിച്ചിറങ്ങുന്ന സാഹചര്യം. അടിയന്തര ചികിത്സ നൽകിയില്ലെങ്കിൽ മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ദൌത്യസംഘം വിലയിരുത്തുന്നുണ്ട്. ചാലക്കുടി പുഴയ്ക്ക് അപ്പുറത്തുള്ള ഒരു തുരുത്തിൽ നിന്ന് ആന മാറാത്തത് കൂടിയാണ് ഇത് ഒരു വലിയ ആശങ്കയായി നിൽക്കുന്നത്. അതായത് ദൌത്യസംഘത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് ആന അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത് കൊണ്ട്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ആരോഗ്യനില മോശമായത് ഒരു വശത്ത്, ഭക്ഷണം എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം, ഈ മസ്തകത്തിലുള്ള മുറിവ് അത് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻഫെക്റ്റഡ് ആണ്. അപ്പോൾ അത് ഉയർത്തുന്ന ഒരു ആശങ്ക. എത്ര പ്രതീക്ഷയുണ്ട് ദൌത്യസംഘത്തിന് ശരിക്കും? അപർണ, ഈ ആനയുടെ മസ്തകത്തിലെ മുറിവിന്റെ അവസ്ഥ എത്രമാത്രം പഴുപ്പുണ്ട്, എത്രമാത്രം ഗുരുതരമാണ് എന്നുള്ളത് ഇതിനെ അടുത്ത് നിരീക്ഷിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അരുൺ സക്രി അടക്കമുള്ളവർ വ്യക്തമാക്കിയത്. കാരണം ആന സദാസമയം മണ്ണ് മസ്തകത്തിലേക്ക് എറിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് മണ്ണിൽ മൂടിയാണ് ഈ മുറിവിന്റെ ഭാഗങ്ങൾ കാണുന്നത്. അപ്പോൾ അതിന്റെ ഒരു ആഴമോ അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയോ ഒന്നും ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാണ് ആനയെ ഏറ്റവും അടുത്ത് കാണുന്ന രീതിയിൽ നിരീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി പുഴയുടെ ഈ മറുവശത്ത്, അതായത് ആന നിൽക്കുന്ന കരയുടെ എതിർവശത്താണ് ഉള്ളത്. ഇവിടെ ഈ ചാലക്കുടി പുഴയിൽ ഒരു തുരുത്തുണ്ട്. ആ തുരുത്തിലായിരുന്നു നമുക്കെല്ലാം കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്തായിരുന്നു ആന അല്പസമയം മുമ്പ് വരെ നിലയുറപ്പിച്ചിരുന്നത്. ഇപ്പോൾ അല്പം ഉള്ളിലേക്ക് പ്ലാന്റേഷന്റെ ഭാഗത്തേക്ക് ആന നീങ്ങിയിട്ടുണ്ട്. നേരത്തെ അരുൺ സക്രിയ സംഘം വ്യക്തമാക്കിയത് ഈ ആന ഈ തുരുത്തിൽ നിലയുറപ്പിക്കുമ്പോൾ അതിനെ മയക്കുവെടി വയ്ക്കുക പ്രായോഗികമല്ല എന്നുള്ളതാണ്. കാരണം ഒന്ന്, ആനയുടെ ആരോഗ്യസ്ഥിതി അല്പം മോശമാണ്, വേദനയുള്ള സാഹചര്യം ഉണ്ടാകും. മയക്കുവെടി വയ്ക്കുമ്പോൾ ഒരുപക്ഷെ അത് എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാകില്ല. അങ്ങനെയാണെങ്കിൽ ഈ പുഴയുടെ ഭാഗത്തേക്ക് അത് ഓടി വരികയാണെങ്കിൽ അത് അപകടത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ ആന മയക്കുവെടി വയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള സുരക്ഷിതമായ ഒരു മേഖലയിലേക്ക് എത്തിയതിനു ശേഷമേ അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആന പ്ലാന്റേഷന്റെ ഭാഗത്തേക്കാണ് നീങ്ങിയിരിക്കുന്നത്. നമ്മുടെ എല്ലാം ക്യാമറകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത രീതിയിലാണ് ഇവിടുത്തെ ഒരു ജോഗ്രഫിക്കലായിട്ടുള്ള സിറ്റുവേഷൻ ഉള്ളത്. ഭൂപ്രകൃതി എങ്ങനെയാണ്? അതായത് അതാണോ കൂടുതൽ, അതായത് ഈ ആന മാറുന്നത്, ഈ തുരുത്തിൽ ആ ഭാഗത്തേക്ക് ആന മാറുന്നത്, അത് ഈ മുന്നോട്ട് ദൌത്യസംഘത്തിനുള്ള പ്രവർത്തനത്തിനൊക്കെ അത് ബുദ്ധിമുട്ടാകുന്നുണ്ടോ? ഒരു ഡേ ടൈമിൽ മാത്രം ആന അവിടെ നിൽക്കുന്നു എന്നുള്ളതാണോ? ഏത് തരത്തിലാണ് ഇതൊക്കെ അനലൈസ് ചെയ്യപ്പെടുന്നത്? ഈ ദൌത്യത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഒരു ഭൂപ്രകൃതി ടെറൈനാണ്. അതായത് ഇത് പുഴയോട് ചേർന്നുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ മേഖലയാണ്. ഒപ്പം തന്നെ പ്ലാന്റേഷൻ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ സിക്സാക് അവസ്ഥയിലാണ് ഈ ഒരു ഭൂപ്രകൃതി ഉള്ളത്. ആനയ്ക്ക് നമുക്ക് ഒരു പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനോ മാറുവാനോ ഒന്നും അത്ര എളുപ്പത്തിൽ കഴിയില്ല. പ്രത്യേകിച്ച് ആനയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ആന നിലവിൽ തന്നെ അവശ്യ നിലയിലാണ്. അപ്പോൾ മയക്കുവെടി വെച്ചാൽ അത് എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാകില്ല. ഒരുപക്ഷെ പുഴയുടെ ഭാഗത്തേക്കാണ് വരുന്നതെങ്കിൽ അത്
അത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. മാത്രമല്ല ആനയെ ഒരു സുരക്ഷിതമായ അകലത്തിൽ നിന്ന് മാത്രമേ അതിനെ നിരീക്ഷിച്ച് മാത്രമേ അടുത്ത ഘട്ടം ചികിത്സ നൽകാൻ കഴിയുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഈ ആനയുടെ പൊസിഷൻ, അത് നിൽക്കുന്ന ഇടമാണ് ഈ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ഈ ദൌത്യത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. സുരക്ഷിതമായ ഇടത്ത് ആനയെ നിർത്തി വേണം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുൻപ് നമ്മൾ പലപ്പോഴും കണ്ട പോലെ PT-7 അരിക്കൊമ്പനെയോ ഒക്കെ അരുൺ സക്രി നേതൃത്വ സംഘം മയക്കുവെടി വെച്ച് മറ്റൊരിടത്തേക്ക് നീക്കുന്ന അല്ലെങ്കിൽ മാറ്റിയതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ ഒരു സാഹചര്യമല്ല ഇത്. ഈ ആനയെ എവിടേക്കും കൊണ്ടുപോകേണ്ടതില്ല. ഈ ആന വനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ആനയ്ക്ക് ചികിത്സ നൽകുക മാത്രമാണ് ഈ ദൌത്യത്തിന്റെ ലക്ഷ്യമുള്ളത്. സ്വാഭാവികമായിട്ടും അപ്പോൾ കുറച്ച് സമയം സ്റ്റാൻഡിംഗ് സെഡേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു ടേം, അതായത് ആനയെ മയക്കി നിർത്തിക്കൊണ്ടുള്ള ചികിത്സ. അപ്പോൾ അതിന് പറ്റുന്ന ഒരു ഇടത്ത് ആന എത്തിയാൽ ഏറെ വൈകാതെ തന്നെ ആ നടപടിയിൽ കിടക്കുമെന്നാണ് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് കൂടെ 20 അംഗ ദൌത്യസംഘത്തിലുള്ള ആളുകളും ഈ തുരുത്തിൽ പല ഭാഗത്തായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. വാഴച്ചാൽ DFO ഡോക്ടർ ലക്ഷ്മി അടക്കമുള്ളവർ ഈ ഒരു മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട്. അങ്ങനെ വനംവകുപ്പിന്റെയും ഈ മുറിവുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായിട്ട് പേഴാറ്റുമുഖം ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിൽ സംഭവിച്ച ഒരു കാര്യം, ഇത് മുറിവുമായി ബന്ധപ്പെട്ട് കാട്ടാനകൾ തമ്മിലുണ്ടായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണത്തിൽ മുറിവേറ്റതാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. അത് പരിപൂർണമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അത്തരം പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ്. ഇത് രണ്ടാം ഘട്ടമാണെങ്കിൽ പോലും ആ ഒരു കാര്യം പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അപർണ, ഇത് ആനകളുടെ പ്രജനന സമയമാണിത്. അതുകൊണ്ട് തന്നെ ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുന്നതും പോരടിക്കുന്നതും ഈ ഒരു സമയത്ത് കാട്ടിനുള്ളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഡോക്ടർ അരുൺ സക്രിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹിറ്റ് ചെയ്ത്, അതായത് തട്ടിയതാകാനാണ് സാധ്യത എന്നുള്ളതാണ്. ഗൺഷോട്ട് ആകാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഈ പോരടിച്ചപ്പോൾ ആനകളുടെ കൊമ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ, ഇപ്പോൾ ഒരു വെടിവെച്ച കേട്ടിട്ടുണ്ട്, അത് മയക്കുവെടി വെച്ചതാകാൻ പടക്കം പൊട്ടിച്ചതിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷെ ആനയെ മറ്റൊരിടത്തേക്ക് മാറ്റുവാൻ വേണ്ടി വനംവകുപ്പ് പൊട്ടിച്ചതാകാനാണ് സാധ്യത. കാരണം സുരക്ഷിതമായ ഒരിടത്ത് അകലത്തിൽ എത്തിച്ചാൽ മാത്രമേ അതിനെ വെടിവെക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെ നീക്കുവാൻ വേണ്ടി, മറ്റൊരിടത്തേക്ക് മാറ്റുവാൻ വേണ്ടി, ഈ മേഖലയിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി പടക്കം പൊട്ടിച്ചതാകാം. ഇപ്പോൾ അതിന്റെ ഒരു ശബ്ദമാണ് നമ്മൾ കേട്ടത്. നമുക്ക് കാണാൻ കഴിയുന്ന ദൂരത്തല്ല ഉള്ളത് എന്നതുകൊണ്ട് നമുക്കിത് വ്യാഖ്യാനിക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കി പറയുവാനും. അതായത് അനുമോദ്, പ്രധാനമായിട്ട് അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള മുറിവാണ് എന്ന് നേരത്തെ അത് ഈ ഒരു ഗസിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, അത് ഗൺഷോട്ട് അല്ല എന്നുള്ള ഒരു ഏകദേശം ഒരു തീരുമാനവും നിഗമനവും ഒക്കെ, പിന്നെ ഈ വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു ഭൂപ്രകൃതി, ഇതൊക്കെ വലിയ വെല്ലുവിളിയായി തന്നെ ദൗത്യസംഘത്തിന് മുന്നിലുണ്ട്. എങ്കിലും വൈകുന്നേരത്തോടു കൂടിയെങ്കിലും ഇതിനകത്തൊരു ചികിത്സ തുടങ്ങാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കഴിയാം എന്ന് കരുതുന്നു. 20 അംഗ ദൗത്യസംഘത്തിന് അപ്പുറത്തേക്ക് കൂടുതൽ ആൾക്കാർ അവിടെ എത്താനുള്ള സാധ്യതയൊന്നും ഇല്ലല്ലോ അല്ലേ? അപർണ, നമ്മൾ നേരത്തെ പറഞ്ഞ് നിർത്തിയിടത്ത് തന്നെ തുടങ്ങാം. അതായത് ഇതൊരു ആനകൾ കൊമ്പ് കോർക്കുമ്പോൾ പറ്റിയ പരിക്കാകാം എന്ന വിലയിരുത്തൽ തന്നെയാണ് വനംവകുപ്പിനും അതേപോലെ അരുൺ സക്രിയയ്ക്കൊക്കെ ഉള്ളത്. മുറിവിന്റെ സ്വഭാവവും എല്ലാം കണ്ടതിന് ശേഷമാണ്, നിരീക്ഷിച്ച ശേഷമാണ് അവരത് പറഞ്ഞിട്ടത്. ഡോക്ടർമാർ പറഞ്ഞു എന്നാണ് വനംവകുപ്പ് പറയുന്നത്. നേരത്തെ വാഴച്ചാൽ DFO ലക്ഷ്മിയും അത് തന്നെയാണ് പങ്കുവച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു വനത്തിനുള്ളിൽ നടന്ന ഒരു ഏറ്റുമുട്ടലിന്റെ ഭാഗമായിട്ട് ആനയ്ക്കേറ്റ പരിക്കാകാം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഈ ഒരു ദൌത്യം, അത് ആനയെ എപ്പോഴും ആനയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക, ഈ ദൌത്യത്തിൽ പങ്കെടുക്കുന്നവർക്ക് സുരക്ഷിതമായിട്ട് നിൽക്കാൻ കഴിയുന്ന ഇടം, അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും ഉറപ്പാക്കിയ ശേഷമേ ആ ഒരു ദൌത്യത്തിലേക്ക് കടക്കുകയുള്ളൂ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മൾ PT-7 ദൌത്യം അരിക്കൊമ്പൻ പോലെ ഇതിനെ കാണാൻ കഴിയില്ല. അതെല്ലാം തന്നെ ജനവാസ കേന്ദ്രങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി നാശം വിധിച്ച ആനയെ ആ ഒരു പ്രദേശത്ത് നിന്ന് കൊണ്ടുപോകുവാൻ വേണ്ടി ഉള്ള ശ്രമമായിരുന്നു. അതായത് അവിടേക്ക്, ഈ കാട്ടിനുള്ളിലേക്ക് വാഹനം എത്തുന്ന സ്ഥലത്തേക്ക് ആനയെ കൊണ്ടുവന്ന് കുങ്കിയാനകളുടെ പിന്തുണയോടെ അതിനെ മയക്കി നിർത്തി അതിനെ വാഹനത്തിൽ തള്ളിക്കയറ്റി ഒട്ടേറെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു അതുണ്ടായി. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് ചികിത്സ നൽകൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ ഒരു അകലത്തിൽ നിന്ന്, സുരക്ഷിതമായ സാഹചര്യത്തിൽ നിന്ന് ആനയ്ക്ക് ചികിത്സ നൽകുവാനുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഇപ്പോൾ സജ്ജമാക്കാൻ ശ്രമിക്കുന്നത്. ഏറ്റവും പ്രധാനം ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും സുരക്ഷിതമായ അകലത്തിൽ, ഏറ്റവും സുരക്ഷിതമായ ഇടത്ത് വെച്ച് തന്നെ ചെയ്യാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. എന്നാലും ഇന്ന് വൈകുന്നേരം വരെ സമയമുണ്ട്. ആനയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും. ഇന്നിപ്പോൾ രാവിലെയാണ് അരുൺ സക്രിയ ആനയെ നേരിട്ട് കണ്ട്
നിരീക്ഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ നേരിൽ കാണുമ്പോഴുള്ള ഒബ്സർവേഷൻ നിരീക്ഷണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെന്തെല്ലാമാണ് എന്നതും ഈ ഒരു ദൗത്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷനിലെ എലിഫന്റ് സ്ക്വാഡിന്റെ ഒക്കെ ഒരു സേവനമൊക്കെ വേണമെന്നുള്ള ആവശ്യമൊക്കെ നേരത്തെ ആവശ്യപ്പെട്ടതൊക്കെയാണല്ലോ. ദൗത്യസംഘം മാത്രമാണോ ഉള്ളത്? മറ്റ് സംഘങ്ങളും കൂടി ഒരു അനുബന്ധ സഹായത്തിനായി ഇവിടെ ഉണ്ടോ? അപർണ, നിലവിൽ അരുൺ സഖറിയും സംഘവും മാത്രമാണ് ഇവിടെ ഉള്ളത്. കൂടുതൽ സംഘാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ആനയുടെ ദൃശ്യം കാണുവാൻ പാകത്തിൽ ക്യാമറ ഒന്ന് മാറ്റുന്നുണ്ട് അപർണ. അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങളിൽ നമ്മൾ CV അനുമോദ് അവിടെ തന്നെ ഉണ്ട്. ഇതിൽ അനുമോദ് പറയുന്ന വിഷയം തന്നെ ആ ഭൂപ്രകൃതി ആ തരത്തിലാണ്, അത്ര ദൂരെയാണ് ആന ഉള്ളത്. അതാണ് ദൗത്യസംഘം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പോഴും ഇത് ഒരു ഗൺ ഷോട്ട് അല്ല എന്നുള്ള അനുമോദ് ക്യാമറയ്ക്ക് കണ്ടെത്താവുന്ന ദൂരത്തിലാണോ ആന? ഏതായാലും വാഴച്ചാൽ അതിരപ്പള്ളി ഏഴാറ്റുമുഖം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ആനകളുടെ പ്രജനന കാലത്ത് അത്തരം ആനകൾ തമ്മിലുള്ള കാട്ടാനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകാറുണ്ട്. എങ്ങനെയാണ് അനുമോദ്, ക്യാമറയ്ക്ക് കണ്ടെത്താനാകുന്നുണ്ടോ ആനയെ? യെസ്, കാട്ടാന അപർണ, നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ ഇപ്പോൾ ആന റബ്ബർ പ്ലാന്റേഷനിലൂടെ നടന്നു പോകുന്നതിന്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആനയെ തുരുത്തിൽ നിന്നും പടക്കം പൊട്ടിച്ച് മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമം വനംവകുപ്പ് നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആന റബ്ബർ പ്ലാന്റേഷന്റെ ഉള്ളിലേക്ക്, അതായത് ദൗത്യസംഘം നിലയുറപ്പിച്ച ഭാഗത്തിനടുത്തേക്ക് തന്നെയാണ് ആന നീങ്ങുന്നത്. ഒരുപക്ഷെ ആ ഒരു മേഖലയിൽ ദൗത്യസംഘത്തിന് അനുയോജ്യമായ ഇടത്ത് ആന എത്തിക്കഴിഞ്ഞാൽ ആനയെ മയക്കുവെടി വെച്ച് അതിന്റെ ചികിത്സകൾക്കുള്ള നടപടികൾ തുടങ്ങാനാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. നമുക്കിപ്പോൾ ക്യാമറയിൽ നമുക്കൊരു നിഴൽ പോലെയാണ് ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ആന നടന്നു പോകുന്നത്. അത് നേരത്തെ ഉണ്ടായിരുന്ന കുറ്റിച്ചെടികൾ നിറഞ്ഞ ആ തുരുത്തിൽ നിന്നും, വനപ്രദേശത്തിന് സമാനമായ തുരുത്തിൽ നിന്നും ഇപ്പോൾ റബ്ബർ പ്ലാന്റേഷൻ നിറഞ്ഞ റബ്ബർ പ്ലാന്റേഷൻ മേഖലയിലേക്ക് ആന നീങ്ങിയിട്ടുണ്ട്. ദൗത്യത്തെ സംബന്ധിച്ച് ഇത് കുറെ കൂടി അവർക്ക് അരികിലേക്ക് ആന എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ദൗത്യവുമായി വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. ആനയെ അവർ ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുവന്ന് മയക്കുവെടി വെക്കുവാനുള്ള ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നത്. ആ മിഷനുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. സമയമുണ്ട്, കാരണം ഇപ്പോൾ രാവിലെ 10:30 ഉള്ളൂ, വൈകുന്നേരം വരെ ഇതിനുള്ളൊരു സമയമുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഇന്ന് തന്നെ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് വനംവകുപ്പ് പങ്കുവച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആ ദൗത്യസംഘത്തിലുള്ളവരും ആന നിൽക്കുന്ന ഇടത്തേക്ക് നടന്നു നീങ്ങുന്നതിന്റെ വിദൂരത്തുനിന്നുള്ള കാഴ്ചയും നമുക്കിപ്പോൾ ഈ പുഴയുടെ മറുവശത്ത് ഈ ഓയിൽ പാം തോട്ടത്തിൽ നിന്നും നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എന്താണെങ്കിലും ദൗത്യവുമായി വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ദൗത്യം വനംവകുപ്പിന് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാകുന്നത്. അനുമോദം, അതോടൊപ്പം തന്നെ ആനയെ സമ്മർദ്ദത്തിലാക്കാതെ ചികിത്സ നൽകി തിരിച്ചു കൊണ്ടുവിടുക എന്നുള്ളൊരു കാര്യം കൂടിയാണ്. ഭക്ഷണം ആന കഴിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആന നിൽക്കുന്ന സ്ഥലം ഇതുവരെ നോക്കുമ്പോൾ അത്തരത്തിൽ ആനയ്ക്ക് ഭക്ഷണം കണ്ടെത്താനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടോ? അപർണ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടത്ത് ഒരു ദൃശ്യം കൂടി കാണിക്കേണ്ടതുണ്ട്. നമ്മൾ നിൽക്കുന്നത് എണ്ണപ്പനത്തോട്ടത്തിലാണ്. ഈ മേഖലയിലെല്ലാം തന്നെ ആനകളുടെ ഒരു വലിയ വിഹാര കേന്ദ്രമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ആനകൾക്ക് ചാലക്കുടി പുഴയിൽ നിന്നും വെള്ളവും അതുപോലെ ഈ എണ്ണപ്പനത്തോട്ടത്തിലെ ഈ എണ്ണപ്പനക്കൊല്ലുകളുമാണ് പ്രധാനമായിട്ടും ഇവിടെ ഭക്ഷണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആനകളുടെ വലിയ കൂട്ടം ഈ ഒരു മേഖലയിൽ എപ്പോഴും തമ്പടി. നമ്മളിപ്പോൾ വരുന്ന വഴിയൊക്കെ കാണാം ഈ എണ്ണപ്പനകളൊക്കെ ആനകൾ കുത്തിമറിച്ചിട്ട് അവിടെ നമ്മളൊരു ആനക്കോട്ടയിൽ പോയാൽ പോലും കാണാത്ത എത്ര ആനപ്പിണ്ടങ്ങളാണ് അവിടെ ഈ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതായത് ആനകളുടെ ഒരു വിഹാര കേന്ദ്രമാണ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ആനകളെ സംബന്ധിച്ച് ഭക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് ഏറ്റവും അനുയോജ്യം
അനുയോജ്യമായ സ്ഥലമാണ്. ഇപ്പോൾ ഈ ആനയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ആന ആരോഗ്യസ്ഥിതി അല്പം മോശമാണ്. സാധാരണ ആനകളെ പോലെ കൂട്ടമായിട്ടല്ല, അവൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഉള്ളത്. അതും ഈ വെള്ളം ഉള്ള സ്ഥലത്തോടും അതേപോലെ ഭക്ഷണം ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തോടും ചേർന്നാണ് നിൽക്കുന്നത്. അതാണ് ഈ തുരുത്ത് ആന തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഒരുപക്ഷെ ആനയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമാകുന്ന സാഹചര്യത്തിൽ ആന എപ്പോഴും ഈ പുഴയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ആനകൾക്ക് കാണുന്നതാണ്. അതായത് പരിക്കേറ്റ ആനകളും രോഗാതുരമായ ആനകളൊക്കെ സാധാരണ ഈ പുഴയോട് ചേർന്നാണ് നിൽക്കുന്നത്. അതിന് വെള്ളം ആണ് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. അപ്പോൾ വെള്ളം ഏറ്റവും ലഭ്യമാകുന്ന ഇടത്താണ് ആനകൾ ആ ഘട്ടത്തിൽ തമ്പടിക്കുക. അപ്പോൾ ഈ ആന കൂടുതലായിട്ട് തുരുത്തിനോട് ചേർന്ന് നിൽക്കുന്നത് അതിന്റെ ആരോഗ്യസ്ഥിതി മോശമായി തുടങ്ങുന്നതിന്റെ ഒരു സൂചനയായിട്ട് തന്നെ വേണം കാണുവാൻ. എന്നാണെങ്കിലും ഇപ്പോൾ നിലവിൽ ഈ പുഴയോട് ചേർന്നുള്ള റബ്ബർ പ്ലാന്റേഷന്റെ മേഖലയിൽ ആ ദൗത്യ സംഘത്തിന്റെ നിരീക്ഷണത്തിന് ഉള്ളിൽ തന്നെയാണ് ആന ഉള്ളത്. ഏറെ വൈകാതെ തന്നെ ദൗത്യസംഘത്തിന് അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനാകും എന്ന് തന്നെ വേണം കരുതുവാൻ. എന്നാണെങ്കിലും ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് ഡോക്ടർ അരുൺ സക്കറിയുടെ ആനയെ നിരീക്ഷിച്ചതിന് ശേഷമുള്ള തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇതിലൊരു തീരുമാനമാകും. ആനയ്ക്ക് ചികിത്സ നൽകാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ദൗത്യ സംഘത്തിനുണ്ട്. അപ്പോഴും ഈ ടെറൈൻ ഒരു വിഷയമാണ്. എങ്ങനെയാണ് ഈ ആനയിലേക്ക് കടക്കാൻ കഴിയുക? കാട്ടാനയാണ്. സമ്മർദ്ദമില്ലാതെ ആനയെ ചികിത്സിച്ച് കാട്ടിലേക്ക് തിരികെ വിടണമെന്നുള്ളൊരു സാഹചര്യമാണ്. പ്രധാനപ്പെട്ട കാര്യം ഈ മുറിവുമായി ബന്ധപ്പെട്ട്. അപ്പോഴും ഈ മുറിവ് അത് ഒരു ഗൺ ഷോട്ട് അല്ല എന്നുള്ളൊരു പ്രതീക്ഷ ദൗത്യ സംഘമായി സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആന ഭക്ഷണം എടുക്കുന്നില്ല എന്നുള്ളൊരു നിഗമനങ്ങൾ ഉണ്ടായിരുന്നു. ആന ആ തുരുത്തിൽ തന്നെ തുടരുന്നതും ഒരു വിഷയമായി നിൽക്കുകയാണ്. വൈകുന്നേരത്തോടു കൂടി അതിൽ ഒരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു പ്രതികരണമൊക്കെയാണ് ഡോക്ടർ അരുൺ സക്കറിയ നേരത്തെ ന്യൂസ് 18 നടത്തിയത്. CB അനുമോദ് വിവരങ്ങൾ.